യമനിൽ ജോലിക്ക് വേണ്ടി എത്തി അവിടെ ജോലി ചെയ്ത് തൻ്റെ സ്വന്തം സഹോദരനെ വിഷം കുത്തിവെച്ച് കൊന്ന് കഷ്ണം കഷ്ണമാക്കി വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ തള്ളിയ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് നിമിഷപ്രിയ കൊല ചെയ്യപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഫ് മഹദി. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ശിക്ഷ നടപ്പാക്കണമെന്നാണ് പറയാനുള്ളതെന്നും അബ്ദുൾ ഫത്താഫ് മെഹദി BBC അറബിക്കിനോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ദൈവത്തിൻ്റെ നിയമപ്രകാരം ശിക്ഷ നടപ്പാക്കണം. ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു. ക്രൂരമായ ഒരു കൊലപാതകം മാത്രമല്ല, കൊലപാതക ശ്രമം മറയ്ക്കുവാനും ശ്രമമുണ്ടായി. ഈ കേസ് ഇത്രനാൾ നീണ്ടുപോയതും ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയെന്ന് കൊല്ലപ്പെട്ട തലാഹിൻ്റെ സഹോദരൻ പറഞ്ഞു. കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നും കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെ കാരണത്തിൻ്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കാനാകില്ല. കൊലപാതകം മാത്രമല്ല, മൃതദേഹം കഷണങ്ങളാക്കി മറവു ചെയ്യുകയും ചെയ്തുവെന്നും സഹോദരൻ ആരോപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് സഹോദരൻ്റെ പ്രതികരണം ഇന്നലെ പുറത്തു വന്നത്. സൂഫി പണ്ഡിതർ നടത്തിയ മധ്യസ്ഥ ഇടപെടലിന് പിന്നാലെ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തലാലിൻ്റെ കുടുംബം തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം സൂചനകളുണ്ടായിരുന്നു. കേരളത്തിലെ പ്രശസ്തരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന വധശിക്ഷ മാറ്റിവച്ചിരുന്നു. ഇതിനിടയിലാണ് കൊലയാളിയായ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിനെതിരെ തലാലിൻ്റെ കുടുംബം രംഗത്ത് വന്നത്. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പലരും വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന് പറയുന്നത് പോലെ പലതരം വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. ഏതായാലും കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ നിമിഷപ്രിയയ്ക്ക് എതിരായി രംഗത്ത് വന്നതുകൊണ്ട് ഈ കേസിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടതായി വരുമോ? ഏതായാലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നല്ലവരായ ചില മലയാളികൾ അക്ഷീണം പ്രയത്നിച്ചു എന്നത് ഇക്കാര്യത്തിൽ നല്ലൊരു വാർത്ത തന്നെയാണ്. നിമിഷപ്രിയയ്ക്ക് എത്രയും വേഗം യമനിൽ നിന്ന് മോചനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.